ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സണായി പത്മിനി ഗോപിനാഥിനെ തെരഞ്ഞെടുത്തു. കൌൺസിൽ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 7-നെതിരെ 28 വോട്ട് നേടിയാണ് കോവിലകത്തുമുറി ഡിവിഷനിൽ നിന്നും വിജയിച്ച പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സണായത്. NDAയുടെ ഏക അംഗം M. വിജയനാരായണൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മിനി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വരണാധികാരി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TB ഷാജുവിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചത്. വോട്ടെണ്ണിയതിനു ശേഷം പത്മിനി ഗോപിനാഥിനെ തെരഞ്ഞെടുത്തതായി വരണാധികാരി പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങും തുടർന്ന് നടന്നു. പ്രതിജ്ഞാ ചടങ്ങിന് ശേഷം UDF നേതാക്കളും സഹ കൌൺസിലർമാരും പത്മിനി ഗോപിനാഥിന് ആശംസകളുമായി വേദിയിലെത്തി. തുടർന്ന് ഓഫീസിലെത്തി ചെയർപേഴ്സണായി ചുമതലയേറ്റു. അഴിമതിരഹിത ഭരണത്തിനാണ് മുൻതൂക്കം നൽകുകയെന്നും വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ വിനിയോഗിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഈ വരുന്ന 5 വർഷത്തേക്ക് ജനഹിതമനുസരിച്ച് ജനസേവനം ചെയ്യാൻ എന്നെയും സഹ കൗൺസിലർമാരെയും ഈ നാട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ജനഹിതം നീതിപൂർവമായി സുതാര്യമായി അതോടൊപ്പം അഴിമതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ സഹപ്രവർത്തകരായ UDFിൻ്റെ കൗൺസിലർമാർ എന്നോട് അതേപോലെ മുന്നോട്ട് നീങ്ങാൻ സഹമതമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് പൂർണ്ണ പിന്തുണയാണ്. അതോടൊപ്പം എൻ്റെ സഹ കൗൺസിലർമാർ എന്നോടൊപ്പം നീങ്ങി നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടി, അത് ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു സമ്പൂർണ്ണ ഗ്രാമസ്വരാജിന് വേണ്ടി ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകുന്നു. ഏറ്റവും അടിസ്ഥാന തലത്തിൽ കിടക്കുന്ന പാവപ്പെട്ടവർക്ക് കൂടിയ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി മറ്റുള്ളവരോടൊപ്പം നിലനിർത്താനുള്ള ഒരു സാധ്യതകൾ ഇവിടെ ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ പൂർത്തീകരണ കാലയളവ് പതുക്കണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ദിവസങ്ങൾ ജീവനക്കാരും കഴിഞ്ഞ ജനപ്രതിനിധികളും അതുപോലെ ജനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് ഞാൻ വ്യക്തമായും ബോധ്യപ്പെടുന്നത് ഇവിടുത്തെ പദ്ധതി പൂർത്തീകരണം വേണ്ടത്ര പുരോഗതി വന്നിട്ടുണ്ടാകില്ല എന്നാണ്. അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പരമാവധി വേഗത്തിൽ നേടിക്കൊടുക്കാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് ഇനിയുള്ള ഒരു ദിവസവും വിശ്രമമില്ലാതെ നമ്മളുടെ ഗുണഭോക്താക്കളെ മുഴുവൻ നേരിൽ കണ്ടവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനും അനുവദിച്ചു കിട്ടിയ പദ്ധതികളെല്ലാം യഥായോഗ്യം വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനൊപ്പം ഇവിടുത്തെ ജീവനക്കാരെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് പിന്തുണച്ച് ഞങ്ങളോടൊപ്പം നിർത്താൻ വേണ്ടി ഞാൻ മുൻകൈയെടുക്കും. അതോടൊപ്പം തന്നെ ഈ പദ്ധതി പൂർത്തീകരണ കാലം കഴിയുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് പരമാവധി സ്പില്ലോവർ ഒഴിവാക്കി നിർത്താനും ഇതേപോലെ ജനങ്ങൾക്ക് നൽകിയൊരു വാക്ക് UDF ഭരണം അധികാരത്തിൽ വന്നാൽ അഴിമതി മുക്തമായിരിക്കുന്ന നഗരസഭ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആദ്യ യോഗത്തിൽ തന്നെ ഞങ്ങളത് പ്രഖ്യാപിക്കും. ഏറ്റവും സുതാര്യമായി UDFന് 28 അംഗങ്ങളും LDFന് 7 അംഗങ്ങളാണ് പുതിയ ഭരണസമിതിയിലുള്ളത്. NDAയ്ക്ക് 1 അംഗവുമുണ്ട്. NDA അംഗം M. വിജയനാരായണൻ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.